ഹായ് യൂട്യൂബ്. എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിക്കേണ്ടി വന്നില്ല. കറക്റ്റ് സമയത്തെത്തി. സോ ഈ എപ്പിസോഡിൽ നമുക്ക് ഈനം എന്താന്ന് പഠിക്കാം. അപ്പോൾ ഈനം എന്താന്ന് വെച്ചാൽ ജസ്റ്റ് കുറേ കോൺസ്റ്റൻസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കീവേഡാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതെങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഈനം എന്ന് പറഞ്ഞൊരു കീവേഡ് ഇടുക, എന്നിട്ട് നമ്മൾ അതിനൊരു പേര് കൊടുക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ കളർ എന്ന് പറഞ്ഞൊരു ഈനം ഉണ്ടാക്കി, അതിന് ഞാൻ കുറച്ച് കോൺസ്റ്റൻറ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ കൊടുക്കുന്നു. അപ്പം ഞാൻ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് പറഞ്ഞ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഇട്ടു. ഇങ്ങനെയാണ് ഈനത്തിൻ്റെ സിൻടാക്സ്. അതായത് ഈനം എന്ന് പറഞ്ഞ് കീവേഡ് വയ്ക്കും, പിന്നെ നമ്മൾ ഈനത്തിനൊരു പേരിടും, എന്നിട്ട് നമ്മുടെ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഇവിടെ സേവ് ചെയ്യുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ യൂഷ്വലി അത് ക്യാപിറ്റലൈസ് ലെറ്ററിലാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വാല്യൂസ് എഴുതാറ്. ഇപ്പോൾ ഇവിടെ ഞാൻ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഞാൻ ഹോവർ ചെയ്താൽ നമുക്കിവിടെ കാണാം റെഡിൻ്റെ വാല്യൂ ഈക്വൽസ് ടു 0, ബ്ലൂവിൻ്റെയോ ഈക്വൽസ് ടു 1, അതുപോലെ ഗ്രീനിൻ്റെ ഈക്വൽസ് ടു 2. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇതൊരു ഇൻറ്റിജർ ടൈപ്പ് പോലെയാണ് ഈ ഈനം കോൺസ്റ്റൻറ്റ് വാല്യൂ സേവ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം 0 ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഈനത്തിൻ്റെ ടൈപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഈനത്തിൻ്റെ പേരിട്ടിട്ട് നമ്മളൊരു വേരിയബിൾ എഴുതുക. അപ്പോൾ കളർ ഇ എന്ന് പറഞ്ഞ് ഞാനൊരു ടൈപ്പ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഈനകത്തേക്ക് എനിക്ക് വാല്യൂ ഇനി അസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കളർ എന്ന് പറഞ്ഞ് ഈനത്തിൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഇടുക. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് കാണാം, ബ്ലൂ, ഗ്രീൻ, റെഡ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഗ്രീൻ എടുത്തു. അപ്പോൾ സ്കോപ്പ് റെസൊല്യൂഷൻ വെച്ച് ഗ്രീൻ എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ഈ പുതിയ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ സ്റ്റാൻഡേർഡ് സി ഔട്ട് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നത്? 2 ആണ് കിട്ടിയത്. കാരണം എന്താ, നമുക്കറിയാം ഇവിടെ ഹോവർ ചെയ്തപ്പോൾ നമുക്കിവിടെ വാല്യൂ ഈക്വൽസ് ടു 2 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഒരു സാധാ ഈനത്തിൽ ഒരു ഇൻറ്റിജർ ടൈപ്പ് പോലെയാണ്. ഈനത്തിൻ്റെ ഇവിടെ ഹോവർ ചെയ്താൽ നമുക്കിവിടെ കാണാം സൈസ് 4 ബൈറ്റ്സ്. അപ്പോൾ അതൊരു സാധാ ഇൻറ്റിജർ പോലെ തന്നെയാണ്. സാധാ ഇൻറ്റിജർ പോലെയാണെങ്കിൽ നമുക്കൊരു സാധാ ഇൻറ്റിജറിലേക്ക് ഇതിൻ്റെ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റൂലോ. അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? നമുക്ക് നോക്കിയാലോ. ഇൻറ്റിജർ എക്സ് ഈക്വൽസ് ടു ഇ എന്ന് ഞാൻ കൊടുത്തു, എന്നിട്ട് ഞാൻ ആ എക്സിന്റെ വാല്യൂയും കൂടെ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്താൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? നമുക്ക് 2 തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഈ ബേസിക് ഈനം എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നമുക്ക് കോൺസ്റ്റൻസ് ഒക്കെ സേവ് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി ഈനത്തിന്റെ മെയിൻ യൂസ്? യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യണ ഈ കമ്പാരിസണിലൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സ്വിച്ച് കേസ് ഉണ്ട്. സ്വിച്ചിൽ എനിക്ക് കമ്പയർ ചെയ്യാം. സ്വിച്ച് ഇ ഈക്വൽസ് ടു കേസ് കളർ ഈസ് ടു ബ്ലൂ ആണെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ വേറെ കേസ് കളർ റെഡ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറെ ചോയ്സസ്, ഇത് ഇച്ചിരി റീഡബിലിറ്റിയും കൂടും, അതുപോലെ നമുക്ക് കുറച്ച് ചോയ്സസും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ കോൺസ്റ്റൻസ് ഉപയോഗിക്കുന്നതിന്റെ കാരണം. അപ്പോൾ ഈ ഈനം പിന്നെ ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കളർ ഈസ് ടു ഗ്രീൻ എന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് 2 കൊടുക്കാമല്ലോ. പക്ഷേ ഇവിടെ ഞാൻ 2 കൊടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? എ വാല്യൂ ഓഫ് ടൈപ്പ് ഇൻറ്റിജർ കനോട്ട് ബി അസൈൻ ടു ആൻ എൻറ്റിറ്റി ഓഫ് ടൈപ്പ് കളർ. കാരണം ഇതൊരു ടൈപ്പ് കളറാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻറ്റിജർ അസൈൻ ചെയ്യാൻ നോക്കുമ്പോൾ അത് പറ്റണില്ല. പക്ഷേ ആക്ച്വലി നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ പറ്റും? നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് പഠിച്ചായിരുന്നു. അപ്പം ഞാനിവിടെ ടൈപ്പ് കാസ്റ്റിംഗ് വെച്ച് എനിക്ക് വേണമെങ്കിൽ ഇത് കളറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഞാനിത് റൺ ചെയ്താലോ നമുക്കിവിടെ ഔട്ട്പുട്ട് 2 തന്നെ കിട്ടുന്നത് കാണാം. ഈനം ഇൻറ്റിജർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ സൈസ് ഓഫ് കളർ നോക്കിയാലും നമുക്ക് കാണാം അത് 4 ബൈറ്റ്സ് ആണെന്ന്. 2, 4 ബൈറ്റ്സ് ആണ്. ഈനത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഈനം ഗ്ലോബൽ സ്പേസിലാണല്ലോ കൊടുത്തത്. അപ്പോൾ ഞാൻ ഈ ഗ്ലോബൽ സ്പേസിൽ വേറൊരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ നോക്കുക. ഇൻറ്റിജർ ഗ്രീൻ ഈക്വൽസ് ടു 70 എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഈ കോൺസ്റ്റന്റിനകത്തുള്ള ഒരു സെയിം നെയിം തന്നെ നമ്മൾ വേറെ ഒരെണ്ണം ഡിക്ലെയർ ചെയ്യാൻ നോക്കിയിട്ട് നമ്മൾ റൺ ചെയ്താൽ നമുക്ക് എറർ കിട്ടും. ഇവിടെ എറർ നോക്കുമ്പോൾ നമുക്ക് കാണാം ഗ്രീൻ റീഡെഫിനിഷൻ പ്രീവിയസ് ഡെഫിനിഷൻ വാസ് എന്യൂമറേറ്റർ എന്ന് പറഞ്ഞു. അതായത് നമ്മളിവിടെ ഓൾറെഡി റീഡിഫൈൻ ചെയ്യുകയാണ് ഈ ഗ്രീൻ വേരിയബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ലിമിറ്റേഷൻ ആണ് സാധാ ഒരു ഈനം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ബൈ ഡിഫോൾട്ട് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അത് നമുക്ക് വേണമെങ്കിൽ ഓവർ റൈഡ് ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ 5 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്താൽ ഈക്വൽസ് ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റെഡിന്റെ വാല്യൂ 5 ആയിരിക്കും. പിന്നെ വരുന്ന ബാക്കി സബ്സിക്വന്റ് വാല്യൂസ് ഓരോ ഇൻക്രിമെന്റ് ചെയ്തായിരിക്കും വാല്യൂ അസൈൻ ആവുന്നത്. അതായത് 5 കഴിഞ്ഞ് 6 പിന്നെ 7 ബൈ ഡിഫോൾട്ട് അത് അങ്ങനെയായിരിക്കും ആഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ഏറ്റവും ആദ്യം കൊടുക്കുന്ന നമ്പറിന്റെ ബൈ ഡിഫോൾട്ട് അത് ഇൻക്രിമെന്റ് ചെയ്തിട്ടുള്ള നമ്പറാണ് ആഡ് ആവുന്നത്. അപ്പോൾ എനിക്കിനി ഇതിപ്പോൾ ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യാൻ നോക്കിയാലോ. ഇപ്പോൾ ഞാൻ 2 ആണ്. അപ്പോൾ ഞാൻ ഈ സൈസ് ഓഫ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ കളർ ഗ്രീൻ പ്രിന്റ് ചെയ്യാൻ നോക്കുക. ഈക്വൽസ് ടു കളർ ഗ്രീൻ. ഓക്കെ, ഇത് പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം 7 ആണ്. കാരണം ഇപ്പോൾ 5 കഴിഞ്ഞ് 6 പിന്നെ 7. നമുക്കിത് വേണമെങ്കിൽ എല്ലാ വാല്യൂസും നമുക്ക് തന്നെ ബൈ ഡിഫോൾട്ട് അസൈൻ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഈക്വൽസ് ടു 9 അല്ലെങ്കിൽ ഇവിടെ ഈക്വൽസ് ടു 12 എന്നൊക്കെ അസൈൻ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ റൺ ചെയ്താൽ ഈക്വൽസ് ടു 12ന്റെ വാല്യൂ ആണ് ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ നമ്മളിവിടെ റീഡിക്ലറേഷൻ്റെ ഒക്കെ എറർ കാണിച്ചല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ ഒരു ലിമിറ്റേഷൻ
ഫാക്ടർ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുതിയ C++11 തൊട്ട് നമുക്ക് ഇനം ക്ലാസ് എന്ന് പറഞ്ഞ പുതിയൊരു ടൈപ്പ് ഇനമുണ്ട്. അതായത് ഇതൊരു ക്ലാസ് ടൈപ്പ് പോലെയാവും. അത് നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഈനം എന്ന കീവേഡ് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് എന്നൊരു കീവേഡും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഈനം ക്ലാസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ സാധാ ഈനം പോലെ തന്നെയാണ്, കോൺസ്റ്റൻസ് ഒക്കെയാണ് സേവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് നമ്മളിവിടെ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ പ്രിന്റ് ആവുന്നില്ല. കാരണം ഇതൊരിപ്പോൾ ഒരു ക്ലാസ് ടൈപ്പ് പോലെയാണ്. നമുക്ക് ഡയറക്റ്റ്ലി ഒരു ക്ലാസ് ടൈപ്പ് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് എക്സ്പ്ലിസിറ്റ്ലി വേണമെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. അതായത് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് അതിന്റെ വാല്യൂ 12 കിട്ടുന്നത് കാണാം. ഓക്കെ, ഈനം ക്ലാസിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇൻറ്റിജർ ഗ്രീൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ വേറൊരു കോൺസ്റ്റന്റ് വാല്യൂ വേണമെങ്കിൽ ഇവിടെ റീഡിക്ലെയർ ചെയ്യാൻ പറ്റും. നമുക്കിത് റൺ ചെയ്താൽ നമുക്ക് എറർ ഒന്നും കിട്ടുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈനം ക്ലാസ്സസിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ കോളൻ ഇട്ട് കഴിഞ്ഞ് ഇൻറ്റിജർ എന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇൻറ്റിജർ ടൈപ്പ് ആണ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഇൻറ്റിജർ ആണ്. ഇപ്പൊ നമുക്കിവിടെ റൺ ചെയ്താൽ നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്യാരക്ടർ ടൈപ്പ് എന്നും പറഞ്ഞ് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രീനിന് 65 എന്ന് വാല്യൂ കൊടുത്തു. ഇപ്പൊ ഞാനിവിടെ ക്യാരക്ടർ ആയിട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് ഇവിടെ എ പ്രിന്റ് ചെയ്യുന്നത് കാണാം. കാരണം നമുക്കറിയാം ആസ്കി വാല്യൂ എന്റെ 65 ആണ്. അങ്ങനെ ഇവിടെ എനിക്ക് ക്യാരക്ടർ കോൺസ്റ്റൻസും സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഈനം ക്ലാസ്സും ഈനവും തമ്മിലുള്ള ജസ്റ്റ് ബേസിക് ഡിഫറൻസസ്. യൂഷ്വലി ഈ പറഞ്ഞ പോലെ തന്നെ ഈനം ക്ലാസ്സും ഈനംസും ജസ്റ്റ് കോൺസ്റ്റൻസ് സേവ് ചെയ്യാൻ നമ്മുടെ കോഡ് റീഡബിലിറ്റിക്കും യൂഷ്വലി കമ്പാരിസൺ ഒക്കെ നടത്താൻ വേണ്ടിയാണ് ഈ ഈനംസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫ്യൂച്ചർ എപ്പിസോഡിൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെയും ഇതെങ്ങനെ പ്രിന്റ് ചെയ്യുന്നത്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് വെച്ച് എങ്ങനെ പ്രിന്റ് ചെയ്യുന്നതൊക്കെ പഠിക്കാം. ഞാൻ വരട്ടെ. ശരിയാ, ആയിക്കോട്ടെ.